സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തെ ഉപമകളുടെ അധ്യായം എന്നാണ് വിളിക്കുന്നത്. വിതക്കാരൻ്റെ ഉപമയോടുകൂടി ഈ അധ്യായം തുടങ്ങുകയാണ്. അതിനുശേഷം പുളിമാവിൻ്റെ ഉപമ ഈശോ പറയുന്നു, കളകളുടെ ഉപമ പറയുന്നു. അങ്ങനെ പലതരം ഉപമകൾ പറഞ്ഞതിന് ശേഷം അവസാനമായിട്ടാണ് നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമ പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകളാണ്. ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ ഉപമകൾ വഴി സംസാരിക്കുന്നത്? അപ്പോൾ ഈശോ ഉത്തരമായി പറയുന്നു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപ നിങ്ങൾക്കുണ്ട്, എന്നാൽ സാധാരണ ജനങ്ങൾക്കതില്ല. അതുകൊണ്ടാണ് ഈശോ ഉപമകൾ വഴി അവരോട് സംസാരിച്ചത്. നിത്യചൈതന്യതിയുടെ മനോഹരമായ ഒരു വിവരണമുണ്ട് ഈശോയുടെ ഉപമകളെപ്പറ്റി. അദ്ദേഹം പറയുന്നു, യേശു കടൽ തീരത്തിലൂടെ നടക്കുമ്പോൾ ഒരു മുക്കുവൻ കടലിൽ വലയെറിയുന്നു. ഉടനെ അവൻ ചുറ്റുമുള്ളവരോട് പറഞ്ഞു, സ്വർഗരാജ്യം കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യമാണ്. പിന്നീട് അവർ ഒരുമിച്ച് മുന്തിരിത്തോട്ടത്തിൻ്റെ സമീപത്തുകൂടെ നടക്കുമ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗരാജ്യം മുന്തിരിത്തോട്ടത്തിന് തുല്യമാണ്. പിന്നീട് വേറൊരിക്കൽ വയലോരങ്ങളിലൂടെ നടക്കുന്ന സമയത്ത് പാടത്ത് വിത്തെറിയുന്ന വിതക്കാരനെ കണ്ടിട്ട് അവൻ ജനങ്ങളോട് പറഞ്ഞു, സ്വർഗരാജ്യം വയലിൽ വിത്തെറിയുന്ന വിതക്കാരന് തുല്യമാണ്. ഇങ്ങനെ യഹൂദരുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഉപമകളാണ് ഈശോ സ്വർഗരാജ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചത്. സാധാരണ ജനങ്ങൾക്ക് സ്വർഗത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനാണ് ഈശോ ഉപമകൾ ഉപയോഗിച്ചത്. കടലിനെ ശാന്തമാക്കിയ ദിവസം തന്നെയാണ് ഈശോ ഈ ഉപമകളെല്ലാം പറയുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ ദിവസത്തെ ഉപമകളുടെ ദിവസം എന്നുകൂടെ വിളിക്കുന്നുണ്ട്. കഫർനാമിലെ കടൽത്തീരത്ത് നിന്ന് അല്പം അകലെയായി വഞ്ചിയിലിരുന്നാണ് ഈശോ ഉപമകൾ പറഞ്ഞത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈശോ ഉപമകൾ ഉപയോഗിക്കുന്നത് യഹൂദ സാഹിത്യത്തിൻ്റെ ഒരു രീതിയായതും കൂടിയാണ്. യഹൂദരുടെ ഒരു ശൈലിയായിരുന്നു ഉപമകൾ ഉപയോഗിക്കുക എന്നുള്ളത്. മിഷാൽ എന്നാണ് അവർ ഉപമകളെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഉപമകൾ സങ്കീർണമായിരുന്നു. ഈശോയുടേത് ലളിതമാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ധാർമ്മികപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ പഠിപ്പിക്കാൻ ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിത്യജീവിതത്തിലെ സംഭവങ്ങൾ എടുത്തിട്ട് അല്പം അതിശയോക്തിപരമായിട്ട് അവതരിപ്പിക്കുന്നതാണ് ഉപമ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അധ്യാപകൻ തോട്ടക്കാരനെ പോലെയാണ് എന്ന് പറയുന്നതാണ് ഉപമ. അപ്പോൾ ആ തരത്തിലാണ് ഈശോ ഉപമകൾ ഉപയോഗിച്ചത്. ഈ ഉപമകൾ പറഞ്ഞതാകട്ടെ സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് സ്വർഗരാജ്യത്തിന് തുല്യമാകുന്ന രീതിയിൽ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കാൻ പ്രചോദിപ്പിക്കാനാണ് ഈ ഉപമകളെല്ലാം പറഞ്ഞത്. ഈ നിധിയുടെയും രത്നത്തിൻ്റെയും ഉപമയിലേക്ക് നാം വരുമ്പോൾ, നിധിയെക്കുറിച്ച് ഈശോ പറയാൻ കാരണം, ആഭ്യന്തര യുദ്ധങ്ങളോ വൈദേശിക ആക്രമണങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് യഹൂദജനങ്ങൾ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒളിച്ചു വച്ചിരുന്നു. അവർക്ക് ഒളിച്ചു വയ്ക്കാൻ ഏറ്റവും എളുപ്പമായ സ്ഥലം കണ്ടുപിടിക്കാൻ പ്രയാസമായ വിശാലമായ വയലുകളായിരുന്നു. അതുകൊണ്ടാണ് ഈശോ വയലിൽ ഒളിപ്പിച്ച നിധിയെക്കുറിച്ച് പറയുന്നത്. ജോസഫൂസ് എന്ന യഹൂദ ചരിത്രകാരൻ AD 70 ജെറുസലേം ആക്രമിക്കപ്പെട്ടപ്പോൾ വയലിൽ നിരവധിയായ നിധികൾ ഒളിപ്പിക്കപ്പെട്ടുവരുന്നുവെന്നും പിന്നീട് അത് കണ്ടെത്തിയെന്നും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ വയലിൽ നിധി ഒളിപ്പിച്ചിരിക്കുന്ന ആൾ കാലക്രമത്തിൽ മരിച്ചു പോയിരിക്കാം. പിന്നീട് വരുന്ന അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ജോലിക്കാരോ ഈ നിധി കണ്ടെത്തിയെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ
ആ നിധി കൈവശമാക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആർക്കും അറിയത്തില്ലല്ലോ ഈ മനുഷ്യനല്ലാതെ. ആ വയൽ വാങ്ങിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഉപമയിലെ കൃഷിക്കാരൻ തൻ്റെ സർവ്വസമ്പത്തും വിറ്റ് ഈ വയൽ വാങ്ങി എന്ന് പറയുന്നത്. ആളുകളുടെ ദൃഷ്ടിയിൽ അത് ഭോഷത്വമാണ്. കാരണം ഒരു വയൽ വാങ്ങാൻ സർവ്വസമ്പത്തും വിറ്റിരിക്കുന്നു. പക്ഷേ ഈ വാങ്ങുന്ന ആൾക്കറിയാം അതിൻ്റെ അകത്ത് നിധിയുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ സൂചിപ്പിക്കുന്ന ഇതാണ്: സ്വർഗരാജ്യത്തിൻ്റെ നിധി കണ്ടെത്തുന്നവൻ സർവ്വതും വിറ്റ് അത് കരസ്ഥമാക്കും, വയലിലെ നിധി കണ്ടെത്തിയ കൃഷിക്കാരനെ പോലെ. അങ്ങനെ നിധി കണ്ടെത്തിയവരെ, അങ്ങനെ അതിനുവേണ്ടി, ആ നിധിക്ക് വേണ്ടി സർവ്വതും നഷ്ടമാക്കിയവരുടെ ചരിത്രമാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത്. അത് അസീസിയിലെ ഫ്രാൻസിസ് മുതൽ ആദ്യകാലങ്ങളിൽ വിശുദ്ധ സെബസ്ത്യാനോസ് മുതൽ ഇങ്ങനെ നിരവധിയായ പുണ്യാന്മാക്കളുടെ ചരിത്രമാണ്. അവർ സർവ്വതും ഈ നിധിക്ക് വേണ്ടി ഉപേക്ഷിച്ചു. വിശുദ്ധ ക്ലാര, വിശുദ്ധ കൊച്ചുറേസ്യ, വിൻസെന്റ് ഡിപ്പോള്, ഇഗ്നേഷ്യസ് ലോയോള തുടങ്ങി വിശുദ്ധരുടെ, രക്തസാക്ഷികളുടെയൊക്കെ മഹാനിര, അവർ ഈ രത്നത്തിനു വേണ്ടി സർവ്വതും നഷ്ടപ്പെടുത്തിയവരാണ് ഇത് വാങ്ങാൻ വേണ്ടി. ഈ രത്നത്തിൻ്റെ ഉപമയും ഇതിനോട് തുല്യമാണ്. വയലിലെ നിധിയുടെ ഉപമയ്ക്ക് തുല്യമാണ്. രത്നം പഴയ കാലങ്ങളിൽ അമൂല്യമായ വസ്തുവായി കരുതപ്പെട്ടിരുന്നല്ലോ. പിന്നീട് ഈശോ പറയുന്നത് കടലിൽ എറിയപ്പെട്ട വലയുടെ ഉപമയും, കീറിപ്പോകാത്ത വല, അത് സഭയുടെ കൂടെ പ്രതീകമാണ്. അവസാനം ഇവങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് പറയുന്ന ഇതാണ്: ദൈവരാജ്യത്തിൻ്റെ മകനാകുന്ന നിയമജൻ പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും സമ്പാദ്യങ്ങൾ എടുക്കുന്ന മനുഷ്യന് തുല്യമാണെന്ന് പറയും. അത് പഴയ നിയമവും പുതിയ നിയമവും എല്ലാമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സാരസംഗ്രഹം ഇതാണ്: സ്വർഗരാജ്യത്തെ പ്രതി സർവ്വതും നഷ്ടമാക്കുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന ലോകത്തിനു വേണ്ടി ത്യജിക്കുന്നതിനെ കുറിച്ചാണ് ഈശോ പറയുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. കോടീശ്വരനായ ഒരു സിനിമാ സംവിധായകനോട് ചാനൽ അവതാരകൻ ചോദിക്കുകയാണ്, എന്താണ് താങ്കൾ സാധാരണ രീതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്നത്, വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നില്ലല്ലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പണത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്, അത് ദൈവം തന്നതാണ്. പക്ഷേ എൻ്റെ പണത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് ദരിദ്രർക്ക് കൂടെ പങ്കുവയ്ക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഷോ കാണിക്കാൻ ഞാൻ തയ്യാറല്ല. നമുക്ക് ഇതിന് ശേഷം സ്വർഗത്തിലൊക്കെ പോകണ്ടേ? അങ്ങനെയാണ് ആ സിനിമാ നടൻ ആ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ ഭാഗത്തിൻ്റെ സാരസംഗ്രഹം അതുതന്നെയാണ്. ഈ ലോകത്തിൽ സ്വർഗരാജ്യത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കുക. അമൂല്യമായ നിധി സ്വർഗരാജ്യമാണ് എന്ന് ഈശോ യഹൂദജനത്തെ പഠിപ്പിക്കുന്ന ഭാഗമാണ് ഈ സുവിശേഷ ഭാഗം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.